ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് മുട്ടയും പൊട്ടറ്റോയും ഒക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ മെഴുക്ക് പുരട്ടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറ് വെച്ചു. ജാറിലേക്ക് ഒരു 7 ടല്ലി ചെറിയുള്ളിയാണ് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 7 ടല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണോളം ഉള്ള കുരുമുളക്, മുഴുവനുള്ള കുരുമുളകാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 4-5 വറ്റൽമുളക്, നമ്മളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതേപോലെ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം അടുപ്പിലൊരു പാൻ വെച്ചു. പാനിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഉള്ള വെളിച്ചെണ്ണയാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് നല്ല രീതിയിൽ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചതച്ചുകൊണ്ട് വന്നിരുന്ന ആ ഒരു മിക്സ് ഇല്ലേ, അത് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വഴറ്റി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് വഴറ്റി ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ 2 പൊട്ടറ്റോ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ പൊട്ടറ്റോയുടെ കളർ മാറത്തില്ല. അപ്പം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഒരു മീഡിയം സൈസിൽ 2 പൊട്ടറ്റോയാണ്. അത് ഞാൻ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ചേർത്ത് കൊടുക്കാതെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ പൊട്ടറ്റോ നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കും. ഒരുപാട് കുക്കായി വെന്തുടഞ്ഞു പോകണ്ട. ഞാൻ ആ ഒരു പരുവം കാണിച്ചു തരാം. അതുവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ പൊട്ടറ്റോ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ കണ്ടോ, നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ഉടഞ്ഞൊന്നും പോയിട്ടില്ല. നമ്മളൊന്ന് പൊട്ടിച്ചു നോക്കുമ്പോൾ കണ്ടോ, നല്ല കറക്റ്റ് പരുവത്തിൽ, ഈ ഒരു പരുവത്തിൽ നമുക്ക് നല്ല രീതിയിൽ വേണം ഒന്ന് വേവിച്ചെടുക്കാൻ. ഒരുപാട് വെന്തുടച്ച് കളയരുത് പൊട്ടറ്റോ. അപ്പം നമ്മുടെ പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 മുട്ട പുഴുങ്ങിയതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. അത് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് മഞ്ഞക്കരുവൊക്കെ ഒന്ന് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി പൊട്ടറ്റോ എഗ്ഗ് കൊണ്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. തൈരോ അച്ചാറോ ഒരു പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷൻ. എല്ലാവരും മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അതുപോലെ ഒരു പുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.